സർവമനുഷ്യർക്കും രക്ഷപ്രദാനം ചെയ്യാൻ ദൈവം തയ്യാറാക്കിയ രക്ഷാകര പദ്ധതിയായിരുന്നു ക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും. മരണമെന്ന സാത്താന്റെ അവസാന ആയുധത്തെയും തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രധാന ഒരു വചനം ഇതാണ്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടുമുമ്പ് ക്രിസ്തു പറഞ്ഞ വചനപ്രകാരം സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലെയും സർവാധികാരി ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു പറഞ്ഞ ആ വചനത്തെ സ്ഥിരീകരിക്കുന്ന ഒരു വചനഭാഗം ശ്രദ്ധിക്കാം. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം. അതായത് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഏതൊരു ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും ശിരസ് വിശുദ്ധ ബൈബിളിലെ പഠനങ്ങൾ അനുസരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവാണ്. അതിനർത്ഥം ഇന്ന് അധികാരത്തിലിരിക്കുന്ന എല്ലാ അധികാരികളും ദൈവഹിതപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവരാകണം എന്നല്ല, പക്ഷേ സർവാധികാരിയായ ക്രിസ്തു അനുവദിച്ചതുകൊണ്ടാണ് അവർ ആ അധികാര കസേരയിൽ എത്തിയതും ഇന്നും അവിടെ തുടരുന്നതും. ആ സാഹചര്യത്തിൽ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് സത്യസന്ധമായും നീതിപൂർവകമായും നടക്കാനും ദൈവഹിതപ്രകാരമുള്ള ജനപ്രതിനിധികളും അധികാരികളും തെരഞ്ഞെടുക്കപ്പെടാനും ക്രൈസ്തവ സമൂഹം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ അതിനു പകരം പൊതുവെ ഇപ്പോൾ നാം കാണുന്ന ഒരു പ്രവണത, ധാരാളം ക്രൈസ്തവർ സോഷ്യൽ മീഡിയ വഴി ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്ന സന്ദേശങ്ങൾ തലങ്ങും വിലങ്ങും പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ്. പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ട് എന്ന കാര്യം നിഷേധിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും പ്രചരിക്കുന്ന ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടമോ അതിനു പിന്നിലെ ഗൂഢ അജണ്ടയോ ഉള്ളടക്കത്തിൽ പ്രതിപാദിച്ച വസ്തുതകളുടെ നിജസ്ഥിതിയോ ആരും അന്വേഷിക്കാറില്ല. ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചും അവരുടെ ചിന്തകളെ വഴിതിരിച്ചുവിട്ടും അവരുടെ വോട്ട് ചിലർ ആഗ്രഹിക്കുന്ന വിധത്തിൽ പെട്ടിയിലാക്കണമെന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയവയാണ് സോഷ്യൽ മീഡിയയിൽ ക്രൈസ്തവരുടെ ഉന്നമനത്തിനും രക്ഷയ്ക്കും വേണ്ടി എന്ന വ്യാജേന പ്രചരിക്കുന്ന പോസ്റ്റുകളിൽ അധികവും. മുൻപ് സൂചിപ്പിച്ച വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ക്രിസ്തുവാണ് സർവാധികാരിയും സർവശക്തനും സർവാധിപനും എന്നാണ് ക്രൈസ്തവരുടെ പരമമായ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്രൈസ്തവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കൂടുതൽ ആശ്രയ മനോഭാവത്തോടെ സർവാധികാരിയായ ക്രിസ്തുവിൽ പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കുക എന്നതാണ്. ഒപ്പം തന്നെ ഭയപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിശ്വസിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം. അധികാരികളെ ആത്യന്തികമായി തെരഞ്ഞെടുക്കുന്നത് കർത്താവാണ് എന്ന് മറ്റു ചില വചനങ്ങൾ വഴിയും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം തിരുവചനം. സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടുന്നാണല്ലോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം തിരുവചനം. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവരെ ഭയപ്പെടുത്തി മുതലെടുക്കാൻ ആരെയും ക്രൈസ്തവർ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കട്ടെ. അതേസമയം നല്ല ഭരണാധികാരികളെ ലഭിക്കാൻ വേണ്ടി സർവാധിപനായ സർവശക്തനായ സർവാധികാരിയായ ക്രിസ്തുവിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശ്വാസ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന പ്രബോധനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുവാനും പങ്കുവെക്കാനും ക്രൈസ്തവ സമൂഹത്തിന് കഴിയട്ടെ.